സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് അരുവിക്കര നിയോജകമണ്ഡലത്തിലെ കുറ്റിച്ചൽ പഞ്ചായത്തിലാണ്. കുറ്റിച്ചൽ പഞ്ചായത്തിലെ കോട്ടൂർ വനമേഖലയിൽ കൊമ്പിടി ഊരിലുള്ള പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ശ്രീധരൻ, അദ്ദേഹത്തിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പല ചാനലുകളിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ വന്നിരുന്നു. ഇരു കൈകളും നഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞ 10 വർഷത്തിൽ കൂടുതലായി സ്വന്തമായി അധ്വാനിച്ച് കൃഷി നടത്തുന്ന ഒരാളാണ് ശ്രീ ശ്രീധരൻ. നമ്മളാളുകൾ പലരും കൃഷിയിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളുള്ള ആളുകളൊക്കെ മേലനങ്ങി പണി ചെയ്യാൻ വിമുഖത കാണിക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് രാവിലെ 2-2:30 മണിക്ക് എണീറ്റ് ഇവിടെയുള്ള സ്വന്തമായിട്ടുള്ള റബ്ബർ കൃഷിയൊക്കെ നടത്തി അതിനുശേഷം തൊഴിലുറപ്പ് പദ്ധതിയിലും പോയി മറ്റ് കാർഷിക പ്രവർത്തനമൊക്കെ നടത്തിയാണ് അദ്ദേഹം ഇന്ന് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കൈകളില്ലെങ്കിലും അതിന് ഉപയോഗിക്കുന്ന ചില പ്രത്യേകം ടൂൾസൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം വഴിയേ പറയും. പക്ഷേ എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് കാണണം. ഇതൊക്കെ വളരെ ഒരു ചെറിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് പാകത്തിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മൺവെട്ടിയും പിക്കാസും ഒക്കെയാണ്. കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളൊക്കെ ധാരാളം എൻജിനീയേഴ്സൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഇതുപോലത്തെ ടൂൾസൊക്കെ നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഭയങ്കര സൗകര്യമായിരുന്നേനെ. ഇപ്പോൾ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി നമ്മൾ കുറ്റിച്ചലിരുന്ന് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്, ലേത്തിലും കടയിലും ഒക്കെ പോയിട്ട്. ഇച്ചിലൂടെ ഫ്ലെക്സിബിളായിട്ട് ഉള്ള മെറ്റീരിയലും കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ ഒരു ബെനിഫിറ്റ് ആയിരുന്നേനെ. അതുകൂടെ എല്ലാവരും ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എന്നെയോ അല്ലെങ്കിൽ കിരണിനെയോ ഒന്ന് അറിയിച്ചാൽ മതി. ബാക്കി നമുക്ക് കോൺടാക്ട് ചെയ്യാം. തൊഴിലുറപ്പ് പണി റബ്ബറിന് പ്ലേറ്റടി, അങ്ങനെ കല്ലെടുക്ക്, അങ്ങനെയുള്ള എല്ലാ പണികളും ഉണ്ട്. അതൊക്കെ നമ്മൾ എൻ്റെ മെയിൻ ആളായിട്ട് നോക്കി കണ്ട് ചെയ്യും. എൻ്റെ അളവിന് കറസ്റ്റിനൊക്കെ ചെയ്യും. എത്ര തൊഴിലുറപ്പ് ദിനങ്ങൾ വരെ കിട്ടാറുണ്ട്? എത്ര ഇതിനാന്ന് വെച്ചാൽ ആഴ്ചയിലാണ് മസ്തോളം അടിച്ചു തരുന്നത്. അതിൽ ഒരു ദിവസം വിടാതെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പ്രചോദനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം പറയണമെന്ന് വൈഫ് മമ്മിയൊക്കെ. വനമേഖലയിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇങ്ങനെ കുടിക്കാൻ കരിക്കാണ്. അതിലേറ്റവും ഒരു പ്രത്യേകത, നമുക്ക് ഈ സ്ട്രോ ആയിട്ട് നൽകുന്ന എല്ലാം ഇത് ഈറയാണ്. സാധാരണ സ്ട്രോയേക്കാളും പെർഫെക്റ്റ് ഫൈൻ ഷേപ്പിൽ വരുന്നു. അപ്പോൾ അതിന് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. അപ്പോൾ കിരണം ഒന്ന് കുടിച്ചു നോക്കണം. ഈ മേഖലയിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്ഷണം ഈ കപ്പയും മുളകും ഒക്കെയാണ്. പ്രത്യേകിച്ച് മുളക് നമുക്ക് ഈ വനത്തിൽ കിട്ടുന്ന നല്ല എരിവാണ്, ചെറിയ മുളക്. അപ്പോൾ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ശ്രീധരൻ അവരുടെ അമ്മയും ശ്രീധരനോട് നമുക്ക് നൽകിയിരിക്കുകയാണ്. പുള്ളിക്കാരോട് ചോദിച്ചോട്ടെ. ഇടുന്നൊന്നുമല്ല ഇത്, വളം ഇടുന്നതല്ല ഇത്. മലങ്കാന്താരി മുളക് ഞങ്ങൾ വളമിട്ടല്ലാതെ ശരിയാക്കുന്നത്. വളമൊന്നും ഇടുന്നതല്ല, നമ്മൾ വളമിട്ട് ശരിയാക്കുന്ന മുളകല്ല ഇത്. നമ്മൾ നല്ല എരിവാണല്ലേ? നല്ല എരിവൊക്കെ ഉണ്ട്. ശ്രീധരൻ ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് അതോടൊപ്പം തന്നെ എന്നെ ഇങ്ങനെയുള്ള ഒരു ആളെ പരിചയപ്പെടാൻ എനിക്ക് കാരണമായ ശബരിനാഥൻ MLA കൂടി ഒരു നന്ദി കൂടെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ ബൈ.